പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയമായി ഉപയോഗിക്കുന്നതിനെതിരെ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇനി മുതൽ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ എല്ലാവർക്കും ഉപയോഗിക്കാനാവില്ല എന്ന ഉത്തരവിൽ പറയുന്നു. ഒരു ദീർഘദൂര യാത്രാവേളയിൽ നമുക്കൊരു മുറിയെടുത്ത് ഫ്രഷ് ആവുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ചിലവേറിയ കാര്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഒന്ന് ഫ്രഷ് ആവാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്നത് പെട്രോൾ പമ്പുകളെയാണ്. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾക്ക് പൂട്ടിട്ടിരിക്കുന്നത്. സ്വകാര്യ പെട്രോൾ പമ്പ് ഉടമകളുടെ ആവശ്യം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. ദീർഘ ഹ്രസ്വദൂര യാത്രകളിൽ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കുന്ന നിരവധി പേർക്ക് ബാധകമാകുന്ന തീരുമാനമാണിത്. പെട്രോളിയം ട്രേഡേഴ്സ് ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി നൽകിയ റിട്ട് ഹർജിയിലാണ് ജസ്റ്റിസ് CS ഡയസിന്റെ തീരുമാനം. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതു ശൗചാലയങ്ങളാക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടായിരുന്നു റിട്ട് ഹർജി. കേരള സർക്കാരാണ് കേസിൽ എതിർകക്ഷി സ്ഥാനത്തുള്ളത്. ഒന്നാലോചിച്ചാൽ ആവശ്യം ന്യായമാണ്. കാരണം ഇതൊരു അവകാശമായി മാറുമ്പോൾ ഉപയോഗിക്കുന്നവരിൽ എല്ലാവരുമല്ല ചിലരൊക്കെ അല്പം ധാർഷ്ട്യത്തോടെ വൃത്തിയില്ലാത്ത രീതിയിൽ ബാത്റൂം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടുപോകുന്നത് പമ്പിലെ ജീവനക്കാർ തന്നെയാണ്. അതിനാൽ തന്നെയാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന നിർബന്ധം പിടിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയത്. ഇക്കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനും സംസ്ഥാന സർക്കാരിനോടും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വച്ഛ് ഭാരത് മിഷന് കീഴിൽ പൊതു ശുചിമുറികൾ നിർമ്മിക്കേണ്ടതിനെ കുറിച്ച് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. സ്വകാര്യ പമ്പുടമകൾ വൃത്തിയാക്കി പരിപാലിക്കുന്ന ശുചിമുറികൾ പൊതു ശൗചാലയമാക്കി മാറ്റാൻ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അവശ്യ സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാനായാണ് പെട്രോൾ പമ്പുകളിൽ ശുചിമുറികൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നും പരാതിക്കാർ ഹർജിയിൽ വിശദമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും മറ്റ് ചില പ്രാദേശിക ഭരണകൂടങ്ങളും പെട്രോൾ റീറ്റെയിലർമാർക്ക് പൊതുജനങ്ങൾക്ക് ശുചിമുറികൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഹർജിയെന്നാണ് പരാതിക്കാർ വിശദമാക്കുന്നത്. ഇത്തരം നിർദ്ദേശം നൽകുന്നത് പെട്രോൾ പമ്പിലെ ശുചിമുറികൾ പൊതു ശൗചാലയങ്ങളാണെന്ന ധാരണ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുമെന്നും പെട്രോൾ പമ്പിന്റെ സ്വാഭാവിക രീതിയിലുള്ള പ്രവർത്തനം പലപ്പോഴും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നും പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. പെട്രോൾ പമ്പ് ജീവനക്കാരും ശുചിമുറി ഉപയോഗിക്കുന്നവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹർജിയിൽ. ടൂറിസ്റ്റ് ബസ്സുകളിലടക്കം എത്തിയ യാത്രക്കാർക്ക് ശുചിമുറി ഉപയോഗിക്കുന്നത് സുരക്ഷയെയും ബാധിക്കുന്നുവെന്നും പരാതിയിൽ വിശദമാക്കിയിരുന്നു. പമ്പുടമകൾക്ക് പണം ചിലവിട്ട് ഉപഭോക്താക്കളുടെ ആവശ്യത്തിനായാണ് ശുചിമുറികൾ നിർമ്മിച്ച് പരിപാലിക്കുന്നത്. വലിയ രീതിയിൽ പൊതുജനം ഈ സേവനം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇന്ധനം നിറയ്ക്കുന്ന വാഹനങ്ങളിലെ ആളുകൾക്ക് മാത്രമായി പമ്പുകളിലെ ശുചിമുറി ഉപയോഗം നിയന്ത്രിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ആദർശ് കുമാർ, KM അനീഷ്, ശശാങ്ക് ദേവൻ, യദുകൃഷ്ണൻ എന്നിവരാണ് പരാതിക്കാർക്ക് വേണ്ടി ഹാജരായത്. ഏപ്രിൽ മാസത്തിൽ പെട്രോൾ പമ്പിൽ ശുചിമുറിയുടെ താക്കോൽ നൽകാത്തതിന് ഉടമയ്ക്കെതിരെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി 1,65,000 രൂപ പിഴ വിധിച്ചിരുന്നു. ഏഴംകുളം ഈരകത്ത് ഇല്ലം വീട്ടിൽ അധ്യാപികയായ CL ജയകുമാരിയുടെ പരാതിയിലാണ് നടപടി. കോഴിക്കോട് പയ്യോളിയിലുള്ള തെനംകാലിൽ പെട്രോൾ പമ്പ് ഉടമ ഫാത്തിമ ഹന്നയ്ക്കെതിരായാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. പെട്രോൾ പമ്പുകൾ അനുവദിക്കുമ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ആവശ്യമാണെന്നിരിക്കെ അതൊന്നുമില്ലാതെയാണ് പെട്രോൾ പമ്പ് പ്രവർത്തിച്ചു വരുന്നതെന്ന് കമ്മീഷൻ വിലയിരുത്തിയ ശേഷമായിരുന്നു പിഴയിട്ടത്.